മിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് സിനിമാലോകം. 2 വർഷം മുൻപാണ് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് സുധി മരണപ്പെടുന്നത്. ശേഷം നടന്റെ കുടുംബത്തിന് ആശ്വാസമായി നിരവധി പേര് രംഗത്തു വന്നിരുന്നു. ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയുമൊക്കെ ചെയ്തു. പിന്നാലെ സുധിയുടെ ഭാര്യ രേണു അഭിനയ രംഗത്തും ചുവടുറപ്പിച്ചു. അടുത്തിടെയാണ് രേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷോർട്ട് ഫിലിം പുറത്തുവരുന്നത്. ഇന്നിതാ രേണു അഭിനയിച്ച ഒരു മ്യൂസിക് ആൽബവും പുറത്തിറക്കിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ താരപത്നി പങ്കുവച്ച വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി. ഒപ്പം ഇത് ഇത്തിരി കടന്നുപോയില്ലേ എന്ന ചോദ്യവുമായിട്ടാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത്. രേണു പങ്കുവച്ച ആൽബത്തിന് താഴെയും ഇതിന്റെ പിന്നണി കാഴ്ചകൾക്കുമാണ് നെഗറ്റീവ് പ്രതികരണം വന്നത്. സുധിയെ ഓർത്ത് ജീവിച്ചോളാമെന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നത്, നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെയാണ് ഭൂരിഭാഗം കമന്റുകളും. എന്നാൽ രേണുവിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളും ഇതിനൊപ്പമുണ്ട്. സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നേൽ നെഗറ്റീവ് കമന്റ് ഒഴിവായി പോയേനെ. ആൾ പോയതിനു ശേഷം ഇങ്ങനൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ 2 സൈഡും ചിന്തിക്കും. നിങ്ങളുടെ ശരി എന്താണ് അത് ചെയ്യുക? ദിലീപും ഗോപികയും കടലിൽ കിടന്നു ഉരുണ്ടപ്പോൾ ആഹാ, പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിലെ സകല സന്തോഷവും നഷ്ടപ്പെട്ടു വിധവ എന്ന പേരും കേട്ട് കരഞ്ഞു ജീവിതത്തിൽ അവളുടേതായ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം. ഇതൊരു റീൽ വീഡിയോ ആണ്. അത് മനസ്സിലാക്കുക. ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നാണം ഇല്ലേ? ഇവർ ജോലി ചെയ്തു ജീവിക്കുന്നില്ലെന്ന പരാതിയായിരുന്നു. ഇപ്പോൾ അഭിനയിക്കാൻ പോയിട്ട് അതിനും പറ്റില്ല. അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. കുറെ കമന്റുകളികൾക്ക് സുധിചേട്ടനെ കുറിച്ചോർത്ത് ഭയങ്കര സങ്കടമാണിപ്പോൾ. പുള്ളിയെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടി പോയതാണോ? അവരുടെ ജീവിതം അവർക്ക് ശരി എന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കട്ടെ. അതിന് നാട്ടുകാർ എന്തിനാ വേവലാതി പിടിക്കണത്? ഒരു സ്ത്രീ ഭർത്താവില്ലാതായാൽ സമൂഹത്തിന്റെ മുന്നിൽ റൂമിന്റെ ഉള്ളിൽ അടച്ചുമൂടിയിരിക്കണം എന്നാണോ? അവർക്കും ജീവിക്കണ്ടേ? അവരുടെ മക്കളെ നോക്കണ്ടേ? അതോ ഈ കുറ്റം പറയുന്ന മക്കൾ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് കൊടുക്കോ? സഹായിച്ചില്ലേലും അവരെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ. ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനു ശേഷം കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് വന്നയാളാണ് രേണു. മകൻ കൂടി ജനിച്ച ശേഷം സുധിയുടെ എല്ലാമെല്ലാമായി ജീവിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപകടമുണ്ടാവുന്നതും സുധി മരണപ്പെടുന്നതും. ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം സന്തോഷത്തോടെ ജീവിക്കാനാണ് രേണു തീരുമാനിച്ചത്. എന്നാൽ ഭർത്താവ് മരിച്ച സ്ത്രീ മേക്കപ്പ് ഇട്ടെന്നും ഡാൻസ് കളിച്ചെന്നുമൊക്കെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ കുറേ കാലമായി രേണു സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായി കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയ വീഡിയോ കൂടി വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത്.